ഹരി ഓം. നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അല്ലേ. 2026 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പെൻഡുലർ ഹൗസിങ്ങിൻ്റെ റിസൾട്ട് ഞാൻ ഇടുന്നത് എന്ന് പറയുന്നത് ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ടൊരു പെൻഡുലർ ഹൗസിങ്ങിൻ്റെ ഈ പ്രിഡിഷൻസിൻ്റെ ഭാഗത്തിൽ ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു മന്ത്ലി പ്രിഡിഷൻസ് തയ്യാറാക്കുന്നത്. സോ നമ്മളതിൽ ഓരോ മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുക എന്ന് പറയുന്നത്. അതിൽ ഓരോ അക്യുറസി അതിൻ്റെ ഓരോ കാര്യങ്ങളിലും നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, നമ്മൾ കൃത്യമായിട്ടൊരു പാതയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ ജീവിതത്തിൽ ഒരു വിജയം നേടാനൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ തന്നെ ഞാൻ ഈ ഒരു പെൻഡുലർ ഹൗസിങ്ങിൻ്റെ ഇത് വെച്ച് തന്നെ നമുക്കറിയാം, പെൻഡുലർ ഹൗസിങ് എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കും തോറും അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാവുന്നൊരു സാഹചര്യമാണ് പെൻഡുലർ ഹൗസിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ പലരും അത് പകുതിക്ക് വെച്ച് നിർത്തി പോകുക എന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ നമുക്കിതിൻ്റെ അകത്ത് എന്താണ് ഇതിൻ്റെ പുതിയ കാര്യങ്ങളുള്ളത് എന്നുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടാണ് ഞാൻ ഈ പെഡിഷൻസ് തയ്യാറാക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മാസത്തെ പെഡിഷൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ വയസ്സ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ട് നമുക്ക് ഡൗസ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് അനുസരിച്ചുള്ള ഫലങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മേടരാശിക്കാരുടെ നോക്കാം. മേടരാശിക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലിക്കും അതേപോലെ തന്നെ ബിസിനസ് കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു മന്തായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത്. നമുക്ക് പേഴ്സണലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായാലും വ്യക്തിഗത വികസനത്തിനൊക്കെ ആയാലും നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകുന്നൊരു മാസമാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്ന മേടരാശിക്കാർ കേട്ടോ. അതേപോലെ തന്നെ പുതിയ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം, പുതിയ എന്താണ് പാതകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുക. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വേണ്ട എന്താണ്, നമ്മളൊരു മേജർ ഡിസിഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് ഒന്ന് പേഷ്യൻ്റ് ആയിട്ട് നിൽക്കുക. അതൊരു സമാധാനത്തോടെ നിരീക്ഷിക്കുക, എന്തിനും എടുത്തു പിടിച്ച് എന്ന രീതിയിൽ മാറാതെ ഒന്ന് സമാധാനത്തോടെ ഒരു സാവകാശം നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കി കണ്ട് തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കും കേട്ടോ. അതേപോലെ റിലേഷൻഷിപ്പ് കാര്യങ്ങളിലൊക്കെ നമ്മൾ മോസ്റ്റ്ലി നമ്മളൊരു ഹോണസ്റ്റ് ആവാൻ ശ്രദ്ധിക്കുക, നല്ല രീതിയിലുള്ള നമ്മുടെ സംസാര രീതികളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേടരാശിക്കാരെ സംബന്ധിച്ചോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തിനെ എടുത്തിയാട്ടം കുറയ്ക്കുക, അതേപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പുതിയ കമ്മിറ്റ്മെൻറ്റ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് നന്നായി ആലോചിച്ച് ഇച്ചിരി വേഗത കുറച്ച് തീരുമാനങ്ങൾ എടുക്കുക. അതേപോലെ റിലേഷൻഷിപ്പ് മാറ്റേഴ്സിൽ നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇടവരാശിയാണ്. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുമാന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് വരുന്നൊരു ഇൻകം സോഴ്സിന് ഒരു സ്റ്റേബിൾ കിട്ടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട്, അതായത് വരവ് ചിലവ് കൃത്യമായി തുല്യതയിലൂടെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റുന്നതാണ്. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട് ഫാമിലി റിലേറ്റഡ് ആയ കാര്യങ്ങളിലൊക്കെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ യോഗം, ഫാമിലി നല്ല ഫങ്ഷൻസ് നടക്കാൻ യോഗം, അല്ലെങ്കിൽ ഫാമിലി കുറച്ചുകൂടി നല്ലൊരു സന്തോഷമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കുക, കുടുംബാംഗങ്ങളുമായിട്ട് കുറച്ചുകൂടി ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന ടൈമായിട്ട് വരാം. അതേപോലെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒത്തിരി വൈകി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൃത്യമായ സമയത്ത് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ല റിസൾട്ടിനെ കൊണ്ടുവന്ന് തരികയെന്ന് ദിവസം നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യം ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഒത്തിരി ഡിലേ അടിക്കാതെ കൃത്യമായിട്ട് ആ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് മിഥുനരാശിയാണ്. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻസ്, നമ്മുടെ സംസാരം കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിംഗ്, നമ്മളായിട്ട് ആളുകളുമായിട്ട് സംസാരിക്കുന്ന ഒരു രീതി, ഇതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസം നിങ്ങൾക്ക് ഇതൊക്കെ സ്ട്രോങ് ആയി മാറാൻ സാധിക്കും. അതായത് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് ഒന്ന് കൂട്ടുക, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മാസീവായ ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് തരാൻ സഹായിക്കുന്ന ഒരു ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പഠിക്കുക, യാത്ര ചെയ്യുക, പുതിയ ബിസിനസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ബെറ്ററായി മാറുക. അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിലെ ഒരു അനുകൂല അവസ്ഥ, യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഒരു യാത്ര പോകുന്നത്, നമുക്കൊരു യാത്ര ചെയ്യുന്നതിന് എന്തിനും ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലേ, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുക. അതായത് എൻജോയ്മെൻറ്റിന് പോകുന്ന യാത്രയെങ്കിൽ അത് പൂർത്തിയായിരിക്കാൻ കൃത്യമായിട്ട് എൻജോയ്മെൻ്റ് ആവാൻ സാധിക്കുക. ഇനി അതല്ല ബിസിനസ് ആവശ്യങ്ങൾക്കാണെങ്കിൽ അത് അതിനു വേണ്ടി അനുകൂലം, ജോലി സംബന്ധമായിട്ടാണെങ്കിൽ അത് അതിനു വേണ്ടി, എന്തൊരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന യാത്രകൾ നമുക്ക് എന്ത് ചെയ്യാം അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യമായിട്ട് പറയാൻ പറ്റും. നമ്മൾ ഈ ടൈമിൽ എന്താ വെച്ചാൽ കൃത്യമായ ഡിസിപ്ലിനായിട്ട്
കൂടുതലായിട്ട് സ്പെൻഡിങ് ചെയ്യാൻ സാധിക്കും. അതായത് ചിലവ് വർദ്ധിക്കാതെ കൃത്യമായ പ്രോപ്പർ സ്പെൻഡിങ് ചെയ്യാൻ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ടൈം പീരീഡ് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ. അടുത്തെന്ന് പറയുന്നത് കടകരാശിയാണ്, അല്ലെങ്കിൽ നമ്മൾ കർക്കിടക രാശി എന്ന് പറയും. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചൊരു ടൈം എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് സാമ്പത്തികവും നമ്മുടെ സെൽഫ് കോൺഫിഡൻസും ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതലായിട്ട്, അതായത് കർക്കിടക രാശിക്കാരെ കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സും അതേപോലെ നമ്മുടെ ആത്മവിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ്. സോ നിങ്ങൾ ഈ മാസത്തിൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഒട്ടും തന്നെ ചോരാതെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളൊരു കാര്യം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്ര നാളത്തേക്ക് ഉള്ളതാണ്, ഒരു ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ എന്ന് പ്ലാൻ ചെയ്യാം. ഇനി ലോങ് ടൈം ആണെങ്കിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഷോർട്ട് ഡൗണിലാക്കുക. ഓക്കെ, അതായത് ഒരു ലോങ് ടൈം ഗോൾ ഉണ്ട്, നമുക്ക് കട്ട് ചെയ്ത് എന്ത് ചെയ്യാം, ഷോർട്ട് ഗോളൊക്കെ ആ ഷോർട്ട് ടൈം ഗോളിനെ അച്ചീവ് ചെയ്ത് നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരു ഇത്ര ദൂരത്ത് ഇവിടെ നിന്ന് ഇവിടം വരെ എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ആടുമല്ലോ ചെയ്യണേ, നമ്മൾ എന്ത് ഈ ഒരു പാതയിലൂടെ അപ്പം നമുക്കതിനെ 3 4 മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു ഷോർട്ട് ടൈം ഗോളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. സോ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു പ്ലാനിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഈ ഒരു മാസത്തെ ഉയർച്ചയ്ക്ക് അത് വളരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം നിങ്ങൾ കൃത്യമായ റൊട്ടീൻ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫുഡ് കാര്യങ്ങളിലായാലും എക്സസൈസ് കാര്യങ്ങളിലായാലും എല്ലാം കൃത്യമായിട്ട് നോക്കി നിങ്ങളുടെ ഹെൽത്തിനെയും കൂടി ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഈ മാസം അനുകൂലമായിരിക്കും കേട്ടോ. അടുത്ത ചിങ്ങരാശിയാണ്. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ടൈം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് നല്ലൊരു ടൈമായിട്ട് വരും. അതായത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വളർച്ച ഉണ്ടാക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ കാണുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഒരു പ്രൗഡായിട്ട് കാണാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡ് ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന ടൈമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ കുറേ അവസരങ്ങൾ വരും. അതായത് നിങ്ങളൊരു ടീമിനെ നയിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ, അല്ലെങ്കിൽ കുറച്ച് ആളുകളെ മുൻനിരയിൽ നിന്ന് നയിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു സമയമായിട്ട് ചിങ്ങരാശിക്കാർക്ക് പറയാവുന്ന ടൈമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു മാസം പർട്ടിക്കുലർ നിങ്ങൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങളൊരു ടൈം പീരീഡ് നിങ്ങൾ ആൾക്കാരെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൃത്യമായ നിരീക്ഷണത്തിലൂടെയും നിങ്ങളുടെ കുറേ അഭിപ്രായങ്ങളിലൂടെ കുറച്ച് ആളുകളെങ്കിലും നിങ്ങളുടെ പാതയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ടൈം പീരീഡ് തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ടൈം പീരീഡിൽ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മളുടെ ഇതിലേക്ക് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ആർഗ്യുമെന്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്, പ്രോബിലിറ്റി. സോ മാക്സിമം ആർഗ്യുമെന്റ്സിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, മാക്സിമം ആർഗ്യുമെന്റ്സ് മാറ്റി വെക്കുക, അനാവശ്യമായ ചർച്ചകൾ ചെന്ന് ചാടാതിരിക്കുക, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായൊരു വാല്യൂ നിങ്ങൾ കൊടുക്കുക, വാല്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. എന്നാൽ മാത്രം നമുക്ക് മറ്റുള്ളവരുടെ കയ്യിൽ എന്ത് ചെയ്യുള്ളൂ, ഒരു റെസ്പെക്റ്റ് കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ജോലിയും നമ്മുടെ കുടുംബത്തെയും കൃത്യമായി ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം ഞാൻ പറഞ്ഞു, ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ചിങ്ങരാശിക്കാർക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ലീഡർഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡർ, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു ലീഡറിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന മാസമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. സോ കൂടുതലായിട്ട് നിങ്ങൾ വർക്കിലേക്ക് ശ്രദ്ധ കൂടുതൽ കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഒന്ന് ബാലൻസ് ചെയ്യുക. വീട്ടിലുള്ളവരെയും വീട്ടിലുള്ള കുടുംബ ജീവിതം കൊണ്ടൊന്ന് ബാലൻസ് ചെയ്തില്ലെങ്കിൽ അവിടെ പിടിക്കുമ്പോൾ ഇവിടെ ഇല്ലാതെയാവും. ഓക്കെ, അപ്പം അതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവന്ന് നല്ലതായിരിക്കും, നമുക്ക് ബെറ്റർ ലൈഫിലേക്ക് പോകാൻ വേണ്ടി കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് കന്നിരാശിയാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ കുറേ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയമേ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു ടൈം പീരീഡായിട്ട് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ നിങ്ങളെ തന്നെ നമ്മളൊരു കണ്ണാടിക്ക് മുമ്പിൽ നമ്മൾ നോക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തുടങ്ങുന്നൊരു സാഹചര്യം. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കുറേ കന്നിക്കാർക്ക് അവരെ തന്നെ അവർക്ക് മനസ്സിലാവാത്തൊരു സാഹചര്യങ്ങളൊക്കെയാണ്. പൊതുവേ ഞാൻ എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ എന്ന് പലരും ചോദിച്ചൊരു ചോദ്യം ഉള്ളിലുണ്ടാകും. എന്നാൽ അതിനൊക്കെ ഒരു വ്യക്തമായിട്ടൊരു തീരുമാനം, അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഉത്തരങ്ങളൊക്കെ കിട്ടി തുടങ്ങുന്ന ടൈം തന്നെയായിരിക്കും എന്ന് പറയാം. നിങ്ങൾക്ക് ഈ ടൈമിൽ കൂടുതലായിട്ട് ആലോചനയ്ക്ക് പോവാതെ, കൂടുതലായിട്ടുള്ള ചിന്തയിലോട്ട് പോവാതെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം ചിന്തിച്ച് ആലോചിച്ച് നിങ്ങൾ ഭയങ്കര ഡെവലപ്പ് ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടാവും, പക്ഷെ അത് പ്രവൃത്തിയിലോട്ട് എങ്ങനെയുണ്ടെന്നുള്ളതിലാണ് കാര്യം. നമ്മുടെ ആക്ഷനാണ് അത് മാറ്റർ ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ ചിന്തയല്ല അവിടെ മാറ്റർ ചെയ്യുന്നത്. നമ്മൾ ചിന്തിച്ച് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചിന്തയിൽ നമ്മൾ ഭയങ്കര ഡെവലപ്ഡായി ഭയങ്കരമായിട്ടുള്ള ഗ്രോത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. ബട്ട്
അത് പ്രവൃത്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതിലാണ് കാര്യം എന്ന് പറഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന ടൈം പീരീഡ് തന്നെയാണ് ഓഗസ്റ്റ് മാസത്തിൽ കന്നി രാശിക്കാർക്ക് ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രയോറിറ്റൈസ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ പുതിയൊരു കാര്യം തുടങ്ങുന്ന മുമ്പ്, പുതിയൊരു പാതയിലോട്ട് കാല് വെക്കുന്ന മുമ്പായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം പെൻഡിങ് ഇട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. അതൊന്ന് ആലോചിക്കുന്നതാണ്. ആ പെൻഡിങ് ഇട്ട ടാസ്കിനെ പൂർത്തീകരിച്ചിട്ട് മുന്നോട്ട് പുതിയൊരു കാര്യത്തിലോട്ട് ഇറങ്ങുന്നില്ലേ നല്ലത് എന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടേതായ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യകത എന്താണ്, ഒരു റെസ്റ്റ് ആവശ്യമാണ് അല്ലേ. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മെഷീൻസിന് നമ്മൾ കോട്ടുകൾ മുടക്കി ഉണ്ടാക്കുന്ന മെഷീൻസ് ആണെങ്കിൽ പോലും അതിന് നമ്മൾ റെസ്റ്റിംഗ് പീരീഡ് കൊടുക്കുന്നുണ്ട് അല്ലേ. കുറച്ച് കാലം മെഷീൻസ് ഓഫാക്കി ഇടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബോഡിക്കും ആ ഒരു റെസ്റ്റ് ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പലരും നമ്മുടെ ശരീരത്തെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു സാഹചര്യം പലരും കണ്ടുവരുന്ന സാഹചര്യം ഈ കന്നി രാശിക്കാർ കാണാറുണ്ട്. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഹെൽത്തിനെ കൂടി പ്രയോറിറ്റൈസ് ചെയ്യുക, നിങ്ങളുടെ ബോഡീനെ മാറ്റർ ചെയ്യുക, നിങ്ങളുടെ മൈൻഡിനെ ചിന്തിക്കുക. ഇതിനൊക്കെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് ഇതിനൊക്കെ നമ്മൾ ഓക്കെ ആക്കി നിർത്തുന്നത് ഒരു ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് നമ്മൾ ഫ്യൂച്ചർ ചിന്തിക്കുമ്പോൾ. ഓക്കെ, കാരണം നമ്മളൊരു ജീവിതം എന്ന് പറയുന്ന അന്നത്തെ അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള, ഫ്യൂച്ചർ ഇവൻസിനും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിനും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ നാളെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, അല്ല ഇന്നലെ എന്തായിരുന്നു ഉള്ളത്, അതെല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പാതയിലൂടെ നമ്മൾ പോകുമ്പോൾ കൃത്യമായി ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ തന്നെയാണ്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ നിരീക്ഷണത്തിലൂടെ, നമ്മുടെ തന്നെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ തന്നെ തോട്ട് പ്രോസസ്സിലൂടെ നമുക്കത് നേടിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾ ഇന്ന് വരെ എന്തായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് ഈ മാസം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന മാസമാണ്. സോ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഹെൽത്തിനെ, മൈൻഡിൻ്റെ ഹെൽത്തിനെ ഇതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല നല്ല പ്ലാനിങ്സ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയായാലും ഫാമിലിക്ക് വേണ്ടിയായാലും തൊഴിൽ റിലേറ്റഡ് ആയാലും നമുക്ക് പ്രോപ്പർ പ്ലാനിങ് ചെയ്യാൻ കഴിവുള്ളവർ തന്നെയാണ് കന്നി രാശിക്കാരെന്ന് പറയുന്നത്. സോ ആ പ്രോപ്പർ പ്ലാനിങ് കൂടി ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ആക്ഷൻസിനെ ബെറ്റർ ആക്കാൻ സഹായിക്കുമെന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് തുലാരാശിയാണ് അല്ലേ. തുലാരാശിക്കാരെ സംബന്ധിച്ചുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നൊരു സഹായം, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിൽ കൂടെ വർക്ക് ചെയ്യുന്ന കോ വർക്കേഴ്സിൽ നിന്നൊരു സഹായം, അല്ലെങ്കിൽ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ പലതരത്തിലുള്ള സഹായം, ചിലപ്പം അവർ സഹായം ചെയ്യുന്നുണ്ടെന്ന് അവർ പോലും അറിയാതെ നമുക്കൊരു സഹായം കിട്ടുക. അങ്ങനത്തെ സാഹചര്യം നമുക്ക് ഈ തുലാരാശിക്കാർക്ക് ഈ ഒരു മാസം പറയാൻ പറ്റും. അതേപോലെ നമുക്ക് പറയാൻ പറ്റുന്ന, നിങ്ങൾക്ക് എന്തെങ്കിലും ലോങ് ടൈം ആയിട്ട് എന്തെങ്കിലും ഗോൾ ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാൻ പറ്റുന്ന ടൈം പീരീഡാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ട്, എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതൊന്ന് ചിന്തിച്ച് നിങ്ങൾ കൃത്യമായി പ്രോപ്പർ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോങ് ടൈം ഗോളിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായാലും അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പായാലും എടുത്തു വെക്കാനുള്ള ടൈം പീരീഡാണ് ഇതെന്ന് പറയുന്നത്. സോ നമ്മൾ ഡിലേ ആക്കാതെ ഇപ്പം ഒത്തിരി വൈകിട്ടില്ല നിങ്ങളുടെ ലോങ് ടൈമിലേക്ക് നിങ്ങളിപ്പം എടുത്തു വെച്ചോട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നേടിയെടുക്കാൻ സാധിക്കും. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നുണ്ട്, നിങ്ങളൊരു ബിഗ് എമൗണ്ട് ആണ്, സ്മോൾ എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ചിന്തിക്കേണ്ട, ഒരു ഹ്യൂജ് എമൗണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതായത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന നഷ്ടമായാൽ ഭയങ്കരമായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് ബാധിക്കുമെങ്കിൽ, ഓക്കെ ഞാനത് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ എമൗണ്ടാണ് ബിഗ് എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എന്താണ് നമ്മളനുസരിച്ചാണ്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ തുകയാണ് ഹ്യൂജ് എമൗണ്ട് എന്ന് പറയുന്നത്. സോ അതനുസരിച്ച് നിങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഹ്യൂജ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന മുമ്പ് ഒന്നിലധികം തവണ ചിന്തിച്ച് ആലോചിച്ച് മാത്രം ആ കാര്യങ്ങളിലേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ പ്രോപ്പർ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെ കണ്ട്, ഞാൻ പറയുമെങ്കിൽ ഒരു സിഎക്കാരനെയോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം അങ്ങനത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെ കണ്ട് നിങ്ങൾ ആ ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇത്രയാണ് തുലാരാശിക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ. അടുത്തത് പറഞ്ഞാൽ വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു മാസം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ മാറ്റം വരുത്താൻ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് അതിനൊരു ഇൻക്രീസ് അല്ലെങ്കിൽ അതിന് കൂടുതലൊരു റെസ്പോൺസിബിലിറ്റി കൂടുന്നൊരു സാഹചര്യം നിങ്ങളുടെ ജോലിയിലുണ്ട്. നിങ്ങൾക്ക് ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് കൂടുക. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ഫുൾ റെസ്പോൺസിബിലിറ്റി. എന്നിരിക്കലും കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കൂടുന്നൊരു സാഹചര്യം ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. സോ ആ ടൈം പീരീഡ് നിങ്ങൾ കൃത്യമായി നോക്കാം. നല്ല നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നിങ്ങളെ മറ്റുള്ള തിരിച്ചറിയാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും.
വേണ്ട വിധത്തിൽ അവസരങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാലാൾ അറിയുന്ന ഒരാളായിട്ട് മാറാൻ നിങ്ങളെ കൊണ്ട് സഹായിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. സോ അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അതുപോലെ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായുള്ളൊരു സ്ഥിരത ഉണ്ടാക്കുകയും ഒരു സമാധാനത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഈ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് ചിലരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലർ എടുത്തിയാട്ട പ്രകൃതം ഉള്ളവരാണ്. എന്ത് കാര്യത്തിലും ഇങ്ങനെ പെട്ടെന്ന് എടുത്തിയാടുന്നവരാ, അല്ലെങ്കിൽ അങ്ങോട്ട് മറ്റുള്ള ചിന്തിച്ച് കേൾക്കുമ്പോൾ ചാടണമെന്ന് ചിന്തിക്കുന്ന സമയം കൊണ്ട് ഇവർ ചാടിയിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലി. ആ ഒരു സ്വഭാവശീലമാണ് വൃശ്ചിക രാശിക്കാരെന്ന് പറയുന്നത്. എന്നാൽ അവിടെ തിരിച്ചു കയറുന്ന എങ്ങനെയെന്ന് ചിന്തിക്കാതെ ആയിരിക്കും ഇവർ ചാടിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ സ്വഭാവം ഈ വൃശ്ചിക രാശിക്കാർ കാണാറുണ്ട്. സോ നിങ്ങളൊന്ന് ചാടുന്ന മുമ്പ് അതൊന്ന് ആലോചിക്കുക, എങ്ങനെ തിരിച്ച് കയറാം എന്നൊന്ന് ആലോചിച്ചിട്ടൊക്കെ കയറുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പം ഒരു 10 പേര് ഒന്നിച്ച് നിൽക്കുന്നു എന്ന് വിചാരിക്കാം. 10 പേരും തുടങ്ങുന്നു ഒരു കാര്യമാണ് എങ്കിൽ നിങ്ങൾക്കൊരു 1 കിലോമീറ്റർ ഓടണമെന്ന് ഒരു എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ 1 കിലോമീറ്റർ ഓടണമെന്നാണെങ്കിൽ ഇവരാദ്യത്തെ ഒരു മിനിറ്റ് 2 മിനിറ്റ് സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1 മിനിറ്റ് സമയം എന്ന് പറയുന്നത് ഇവരായിരിക്കും ഏറ്റവും ടോപ്പ്. ഓക്കെ, അത് കഴിയുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇവർ റെസ്റ്റ് എടുക്കും. നമ്മൾ ആമയും മോളിൻ്റെ കഥ നമ്മൾ പറയുന്നത് അത് കൃത്യ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഓട്ടത്തിൻ്റെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ വൃശ്ചിക രാശിക്കാരെന്ന് പറയുന്നത് ഈ കഥയ്ക്കകത്തുള്ള മോയിലായിട്ട് ചിന്തിക്കാം. തുടക്കത്തിൽ നമ്മൾ സൂപ്പർ ഫാസ്റ്റുകൾ ചാടി കയറി പോകും. അത് കഴിയുമ്പോൾ നമ്മൾ നോക്കും, ഓക്കെ മറ്റുള്ളവരൊന്നും എത്തിയിട്ടില്ല, നമ്മളാണ് ടോപ്പ് എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ നമ്മളാണ് എല്ലാം എടുത്തിയെന്ന് വിചാരിച്ച് നമ്മളവിടെ നിൽക്കും. ഓക്കെ, അപ്പം പയ്യെ കൃത്യമായിട്ട് ഇപ്പം നമ്മൾ ആ കഥയ്ക്കകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആമയാണ് പ്രോപ്പറായിട്ട് അവർ തുടങ്ങിയ വേഗതയും ആ ഒരു സമാധാനത്തിലെ കൃത്യമായുള്ള കൺസിസ്റ്റൻസി ആയിട്ട് അവർ കൃത്യമായിട്ട് ആമ എന്ത് ചെയ്തു പോന്നു. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്തു, ഫൈനൽ ഡെസ്റ്റിനേഷൻ കൃത്യമായിട്ട് നേടി വിജയിച്ചു. മൊയിൽ എന്ത് സംഭവിച്ചു, തുടക്കത്തിൽ സ്പീഡിലായിരുന്നു, പക്ഷെ പിന്നീടായപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ ലോസായിപ്പോയി അല്ലേ. ആ ഓട്ട മത്സരത്തിൽ മൊയിലച്ചൻ എന്ത് ചെയ്തു, തോറ്റുപോയി, ആമയാണ് ജയിച്ചത് അല്ലേ. അത് നമുക്കിവിടെ വിചാരിക്കാം. സോ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചാലും ഈ ഒരു മാറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ചുമ്മാ ധൃതി പിടിച്ച് വെപ്രാം പിടിച്ച് കളയാതെ ഒരു സമാധാനത്തോടെ എന്തൊരു കാര്യത്തിലും കുറച്ച് സമയം എടുക്കുന്നുള്ളൊരു ധാരണ നമുക്കുള്ളിൽ ഉണ്ടാക്കുക. ആ ധാരണ ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് നിങ്ങൾ വർക്കും ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കും കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് ധനുരാശിയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ടൈം പീരീഡ് എന്ന് പറയുന്ന യാത്രകൾ, അതേപോലെ തന്നെ നമ്മുടെ നോളജ് കൂടുതലായിട്ട് ഗെയിൻ ചെയ്യാനാണ്, പുതിയ അറിവുകൾ നേടാൻ, പുതിയൊരു എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ പുതിയൊരു സറൗണ്ടിങ്സ് നമുക്കുണ്ടാകുന്നൊരു ടൈം പീരീഡായിട്ട് പറയും ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയും. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ധനുരാശിക്കാരെ സംബന്ധിച്ചോളം പുതിയ നോളജ് ഗെയിൻ ചെയ്യാൻ സാധിക്കുമായിരിക്കും, പുതിയ അറിവുകൾ നേടാൻ സാധിക്കുന്നതാവാം. അത് നിങ്ങൾ പർട്ടിക്കുലർ സബ്ജക്റ്റ് പുതിയതായി പോയി എടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കറിയില്ലാത്ത പുതിയൊരു നോളജ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി, അല്ലെങ്കിൽ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസൊക്കെ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുക. വലിയ യാത്രകളിലായാലും ചെറിയ യാത്രകളായാലും ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത കുറച്ച് യാത്രകൾ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അതായത് ഈ സാധാരണ മാസങ്ങളിൽ ഇത്രയും യാത്രകൾ പോയിട്ടുണ്ടാവില്ല, അല്ലാത്ത ഒരു യാത്ര ഫീലിംഗ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ പോകാത്തൊരു സ്ഥലത്ത് പോകാൻ സാധിക്കുക, നമ്മൾ കണ്ടുമുട്ടാത്ത ആരെങ്കിലും കാണുക, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഈ ധനുരാശിക്കാർക്ക് ഈ ഒരു മാസം നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഈ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കുറേ ചലഞ്ചസ് ഉണ്ട്. ഓക്കെ, മുൻ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കുറേ ചലഞ്ചസ്, വെല്ലുവിളികളുണ്ടാകും. അതിനെയൊക്കെ റീസോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ സൊല്യൂഷൻ കിട്ടുക, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ മുഖേന നമ്മുടെ ആ പ്രോബ്ലത്തിന് എന്ത് ചെയ്യാം, ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കുന്ന മാസമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലായ ധനുരാശിക്കാരെ സംബന്ധിച്ചോളം കൃത്യമായ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. ധനുരാശിക്കാർ ചിലരെ സംബന്ധിച്ചോളം, എല്ലാവരും ഇങ്ങനെയാണ് ഞാൻ പറയില്ല, ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടൊരു ധൂർത്ത സ്വഭാവം ഉള്ളവരായിട്ട് ചിലരിൽ കാണാറുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, ചിലരിൽ കാണാറുണ്ട്. സോ നിങ്ങൾ ആ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഒന്ന് പ്രോപ്പറാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തത് മകരരാശിയാണ് അല്ലേ. മകരരാശിക്കാരെ സംബന്ധിച്ചോളം നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് കൃത്യമായ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡ് ഉണ്ടാകുന്ന ഉത്തമമാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം, ഇതിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന ഒരു ടൈം പീരീഡ്, അല്ലെങ്കിൽ നമ്മളൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ടൈം പീരീഡാണ് എന്ന് പറയുന്നത്. നമ്മുടെ വ്യക്തി സ്വഭാവത്തിനാവാം, നമ്മുടെ ഓരോ കാര്യങ്ങൾക്കാവാം ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ മാക്സിമം എന്ത് കൃത്യമായിട്ട് നമ്മൾ മുന്നേ ഒന്ന് പ്രിപ്പയറായി നിൽക്കുക. ഇങ്ങനെയൊക്കെ ലൈഫിലുണ്ടാകാൻ സാധ്യത നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന മുമ്പ് അതിൻ്റെ ഡു ആൻഡ് ഡോൺസ് നോക്കുക. അതായത് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും
അതിൽ പോസിബിലിറ്റീസ് നോക്കുക. അതായത് ഒരു എസ് ഉണ്ട് ഒരു നോ ഉണ്ടാവും. സോ ആ ഒരു പോസിബിലിറ്റിയും കൂടി നോക്കി നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ പ്ലാൻ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ടൈം പീരീഡ് നിങ്ങളുടെ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയെങ്കിൽ ഇതൊക്കെ നിങ്ങളൊന്ന് മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതായത് ഡെപ്റ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൂട്ടമായിട്ടാണ് ഒരു ഡെപ്റ്റ്സ് എടുത്തെങ്കിൽ നിങ്ങൾ ഈക്വലി അത് ഡെപ്റ്റ് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാൻ നോക്കുക. ഇനി അതല്ല നിങ്ങൾ ഭയങ്കരമായിട്ട് അമിതമായ കടത്തിലാണെങ്കിൽ നിങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രോപ്പർ കൺസൾട്ടന്റിനെ കണ്ട, അതായത് ഫിനാൻഷ്യൽ കൺസൾട്ടന്റിനെ കണ്ടിട്ട് നിങ്ങൾ പ്രോപ്പർലി എന്ത് ചെയ്യുക, ആ ഡെപ്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്നൊന്ന് അഡ്വൈസ് എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ പങ്കാളിയുമായിട്ട് ആ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്ത് അവരിൽ നിന്ന് ഒരു സപ്പോർട്ട്, അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പങ്കാളിയോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പങ്കാളി വീക്കാണെങ്കിൽ, ഒരു മൈൻഡ് കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും നമ്മൾ വീക്കാണെങ്കിൽ നമ്മുടെ പങ്കാളിയുടെ സപ്പോർട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫ് ഉണ്ടാക്കാം. ഇവരും വീക്കായി, ഹസ്ബൻഡും വീക്കായി വൈഫും വീക്കായി, ഇല്ല വൈഫും വീക്കായി ഹസ്ബൻഡും വീക്കായി, ഇങ്ങനെ രണ്ടുപേരും വീക്കായി കഴിഞ്ഞാൽ നിങ്ങളെ ഫാമിലി മുമ്പോട്ട് പോകാൻ പറഞ്ഞാൽ ഭയങ്കര ദുരിതമായിരിക്കും. സോ ഒരാൾ വീക്കായാലും മറ്റൊരാൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഇനി അഥവാ സ്ട്രോങ് അല്ലെങ്കിൽ പോലും ആ പങ്കാളിയുടെ മുമ്പിൽ ഒന്ന് സ്ട്രോങ് ആയിട്ട് അഭിനയിച്ച് മുമ്പോട്ട് പോവുക. ആ ഒരു സ്ട്രോങ് കാണുമ്പോൾ ഇപ്പോഴത്തെ പങ്കാളിയും കൂടി സ്ട്രോങ് ആയിട്ട് ഓട്ടോമാറ്റിക് നല്ലൊരു രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, അതായത് മകരരാശി ജനിച്ച വ്യക്തിയുടെ ആണായാലും പെണ്ണായാലും അവരുടെ പങ്കാളിയോടാണ് ഈ പറഞ്ഞത്. നിങ്ങൾ സ്ട്രോങ് ആയിരിക്കാം, നിങ്ങൾ എങ്ങനെയായിക്കോട്ടെ, നിങ്ങളുടെ പങ്കാളി സ്ട്രോങ് ആയിട്ടുണ്ടാവും. നിങ്ങൾ പരസ്പരം ഒരു ധാരണയോടെ മുന്നോട്ട് പോകുന്നത് കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിനെ കുറച്ചുകൂടി നല്ല റിസൾട്ട്, നല്ല നല്ല ഈവൻറ്റ്സ് നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാക്കി തരും. ഓക്കെ, ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തരമാണ് കേട്ടോ. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട്, അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷത്തിനുള്ള സപ്പോർട്ട്, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ആണ്. സോ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമെങ്കിൽ അവരുടെ സംസാരം നിങ്ങൾ ഉൾക്കൊള്ളാൻ നിൽക്കണ്ട, കേൾക്കാൻ നിൽക്കണ്ട. അവരോട് ഇപ്പോൾ എതിർത്ത് സംസാരിക്കാൻ പറയുന്നില്ല. ഓക്കെ, അങ്ങനെ എതിർത്ത് സംസാരിക്കാൻ ഞാൻ പറയില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സംസാരം ഇതിലെ കേട്ടിട്ട് അങ്ങ് വിടാം. ഓക്കെ, പ്രോപ്പർ നിങ്ങൾക്ക് ഡൗട്ട് വന്നു നിൽക്കുന്നു, നിങ്ങൾക്ക് ഏത് സ്റ്റേജിലാണ് ഡൗട്ട്, അത് ആർക്കാണ് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, കൃത്യമായിട്ടൊരു പ്രൊഫഷണലെ കണ്ടത് സോൾവ് ചെയ്യാൻ നോക്കുക. ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ ഫാമിലി ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരോട് പറഞ്ഞല്ല അത് സോൾവ് ചെയ്യാൻ നോക്കണം. അവർ പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടൻ്റ് അല്ല, നിങ്ങൾ പ്രോപ്പർലി ഒരു കൺസൾട്ടനെ കണ്ട് എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത്, അല്ല ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രോപ്പർ അഡ്വൈസ് സ്വീകരിച്ച്, ഒരു പ്രൊഫഷണലിൻ്റെ കയ്യിൽ നിന്ന് അഡ്വൈസ് സ്വീകരിച്ച് നിങ്ങൾ അതേ രീതിയിൽ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഉണ്ട്, അതായത് ഫാമിലി കൗൺസിലിംഗ് അങ്ങനെയുള്ള ഫീൽഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കഴിഞ്ഞ് എന്ത് ചെയ്യാം, ആ ഒരു കൺസൾട്ട് സ്വീകരിക്കാം. എല്ലാതും നമ്മുടെ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇഷ്യൂ ആക്കി മാറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തെന്ന് പറയുന്നത് കുംഭരാശിയാണ്. കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്, അതായത് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കൂട്ടാളിത്തമായിട്ടുള്ള ബിസിനസ്സുകൾ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാര്യത്തിൽ പങ്കാളിത്ത ബിസിനസ്സുകൾ ചെയ്യുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒന്നിച്ച് തുടങ്ങുന്നവർ, ഈ ഒരു അല്ലെങ്കിൽ ഒരു ഒരാളുടെ കൂടെ ഹെൽപ്പ് സ്വീകരിച്ച് തുടങ്ങുന്നവർ, ഈ ഒരു രീതിയായിരിക്കും നിങ്ങളുടെ ഒരു ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ സിംഗിളായി നിൽക്കുന്ന കഴിഞ്ഞും ഒന്ന് സെറ്റപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് ഒരാളുടെ സപ്പോർട്ട്. എന്തുകൊണ്ടാവും, ചിലപ്പോൾ മനി മാറ്റേഴ്സ് ആവാം, ചിലപ്പം നമ്മുടെ മൈൻഡിൻ്റെ സപ്പോർട്ടായിരിക്കാം. ഓക്കെ, അത് എന്തെങ്കിലും ആവട്ടെ, ഏതെങ്കിലും മുഖേന നിങ്ങളല്ലാതെ വേറൊരാളുടെ സപ്പോർട്ടോട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഫാർ ബെറ്റർ ആയിട്ട് നിങ്ങൾ പെർഫോം ചെയ്യും ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ സംസാര രീതികൾ നമുക്ക് കുറച്ചുകൂടി നല്ല പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ബന്ധങ്ങളെ നമ്മളെ കൂട്ടിത്തരാൻ സാധിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നതൊക്കെ നല്ലതാണ്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫാർ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് നമുക്ക് നല്ല നല്ല പേഴ്സണൽ റിലേഷൻസ് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ റിലേഷൻഷിപ്സ് കിട്ടും. ഇതൊക്കെ നമുക്ക് ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രണയം മാത്രമല്ലാട്ട് ഉദ്ദേശിക്കുന്നത്, പ്രണയ കാര്യങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് നമുക്കല്ലാതെ ഒരു കൂട്ടുകൾ. ഓക്കെ, അതായത് ഒരു നല്ല സുഹൃത്താവാം, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പേർട്ടായിരിക്കാം. ആ എക്സ്പേർട്ട് നമ്മുടെ ഫ്രണ്ടാവുക. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നല്ല നല്ല നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടും. സോ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും പണ്ട് പറഞ്ഞാൽ നിങ്ങളുടെ 5 സുഹൃത്ത് അല്ലെങ്കിൽ 10 സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തുക്കളുടെ ഇത് വെച്ച് നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അത് ഇപ്പോഴത്തെ കാലത്ത് പറയുമെങ്കിൽ നമ്മുടെ ഒരു ഫോൺ യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്വഭാവങ്ങളും നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകും എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചൊരു ക്വാളിറ്റി ആയിട്ട് മാറ്റാൻ നിങ്ങളുടെ സംസാരം കൊണ്ട് സാധിക്കും. സോ അത് ഫാർ ബെറ്റർ ആക്കാൻ ശ്രദ്ധിക്കാം. ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ബെറ്റർ ആക്കാൻ പറ്റും. നിങ്ങൾക്കറിയില്ല, എന്തെങ്കിലും അതിന് വേണ്ടിയുള്ള
കാര്യങ്ങൾ പരിശ്രമം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നോക്കുക. എൻ്റെ സംസാരം അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ പൂറാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനത് ബെറ്ററാക്കാൻ എന്ത് ഞാൻ ചെയ്തു എന്ന് നമ്മൾ ചോദിക്കണം. ഓക്കെ, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണം എന്ന് മാത്രമേ കാര്യമുള്ളൂ അല്ലേ. അത് ശ്രദ്ധിക്കാം. അടുത്തത് മീനരാശിക്കാരാണ്. മീനരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൃത്യമായുള്ള വർക്ക് നമ്മൾ ചെയ്യാം. നമ്മുടെ ഡ്യൂട്ടി എന്താണോ കൃത്യമായി നമ്മൾ ചെയ്യുക. നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ അത്യാവശ്യം കൊടുക്കുന്ന നല്ലതാണ്. നമ്മുടെ ഡെയിലി റൊട്ടീൻസിൽ നമ്മളൊരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഫാർ ബെറ്റർ ആയിരിക്കും ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് കേട്ടോ. എന്തൊരു കാര്യത്തെ കൃത്യമായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ നോക്കാം. നാളെ നീല എന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കാം. എന്തൊരു കാര്യത്തെയും കൃത്യമായ ഒരു കൺസിസ്റ്റൻസിയോടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കാം. ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അത് ജോലി സംബന്ധമാവാം, ബിസിനസ് സംബന്ധമാവാം, ഇനി അതല്ല ഫാം റിലേറ്റഡ് മാറ്റർ ആവാം, എഡ്യൂക്കേഷൻ റിലേറ്റഡ് മാറ്റർ ആവാം, ഹെൽത്ത് റിലേറ്റഡ് മാറ്റർ ആവാം, ഇൻവെസ്റ്റ്മെൻറ്റ് എന്തൊരു റിലേറ്റഡ് മാറ്റർ ആയാലും നാളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നീല തന്നെയായിരിക്കും ഉണ്ടാവാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണോ ഇന്ന് ചെയ്യും. ഇപ്പം കറണ്ടിൽ നിങ്ങൾ ചെയ്യാം. നിങ്ങളിപ്പോൾ എന്തൊരു കാര്യം മൈൻഡിൽ വിചാരിച്ചിട്ടുണ്ടോ ചെയ്യാൻ വേണ്ടി ഒട്ടനെ ഓൺ സ്പോട്ട് ചെയ്യാം. നിങ്ങൾ കാര്യം പഠിക്കാൻ വിചാരിച്ചോ, നിങ്ങൾ അടുത്ത സ്കോറിലേക്ക് നിൽക്കാതെ പോയിരുന്ന് പഠിക്കുക. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾ ചിന്തിക്കണമുണ്ട് അല്ലെങ്കിൽ അവരുടെ സംസാരിക്കണമുണ്ട്, നാളെ വിളിക്കാമെന്നല്ല, ഇന്ന് ഈ കറണ്ട് ടൈമിൽ നിങ്ങൾ വിളിക്കുക. നാളെ നീട്ടി വെക്കാതെ സ്പോട്ടിൽ നമ്മൾ ആക്ഷൻസ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ആക്ഷൻസ് എന്ന് വെച്ചാൽ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പൊട്ടത്തരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചെന്ന് ചാടാനല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ നിൽക്കുമ്പോൾ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കില്ലല്ലോ. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് മീനരാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത്. ഇത്രയൊക്കെ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെയും റിസൾട്ടാണ് നമ്മൾ ഈ ഒരു ഓഗസ്റ്റ് മാസം 2026 ഓഗസ്റ്റ് മാസം പെൻഡുലം ഡൗസിങ് പ്രകാരം നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പൊതുവായിട്ട് എല്ലാ രാശിക്കാരോടും ഞാൻ പറയാനുള്ളതെങ്കിൽ സൽപ്രവർത്തികൾ ചെയ്യുക, നല്ല ചിന്തകൾ ഉണ്ടാക്കുക, നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും നല്ലത് മാത്രം വിചാരിക്കുക, നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം സംസാരിക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിലും ആ ഒരു ബ്രൈറ്റ് അല്ലെങ്കിൽ ആ ലൈറ്റ് നമ്മുടെ ഉള്ളിലുണ്ടാകും. സോ മാക്സിമം നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കാം. നിങ്ങളുടെ ഒരു നെഗറ്റീവ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇതൊരു ക്ഷീണം അല്ലെങ്കിൽ ഭയങ്കരമായൊരു ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ആഴ്ചയിലൊന്നെങ്കിലും നമ്മൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. നമ്മൾ എനർജി വീക്ക് ആവുമ്പോൾ നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ പോവുക. അതായത് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു എൻവയോൺമെൻറ്റ്, ആ ഒരു നമ്മുടെ മന്ത്രങ്ങളും ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് നമ്മുടെ ഉള്ളിലേക്ക് വരിക. സോ നമ്മളൊന്ന് ബൂസ്റ്റ് ആവുകയും നമ്മുടെ മൈൻഡ് കുറച്ചുകൂടി ഒന്ന് ക്ലെൻസ് ആയി കിട്ടാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം മൈൻഡിൽ എപ്പോഴും ഒരു അൺവാണ്ടഡ് തോട്ട്സാണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഈശ്വര പ്രാർത്ഥന നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. 2 നേരം പ്രാർത്ഥിക്കാൻ ഞാൻ പറയാം, പക്ഷെ എല്ലാവർക്കും പറ്റിയില്ലെങ്കിൽ ഒരു നേരമെങ്കിലും എല്ലാവരുമായിട്ട് ഒത്തിരുന്ന് ആ ദീപം തെളിച്ച് ആ നിലവിളക്ക് തെളിച്ച് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒത്തിരുന്ന് ആ വീട്ടിലുള്ള എല്ലാവരും ഒത്തിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക. നമ്മുടെ ലൈഫിൽ നല്ലൊരു ഇമ്പാക്റ്റ്, നല്ലൊരു ചേഞ്ച് നമ്മുടെ ലൈഫിലുണ്ടാവും കേട്ടോ. നന്നായിരിക്കട്ടെ. ഒരു മാസം എല്ലാവർക്കും തന്നെ നല്ലത് വരട്ടെ. നമുക്ക് ജ്യോതിഷനോട് പ്രാർത്ഥിക്കാം അല്ലേ. നിങ്ങളുടെ നക്ഷത്രവും അതുപോലെ പേരും താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പേരും നക്ഷത്രം താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ ഒരു മാസത്തെ പ്രഡിക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത മാസം കാണാം.